ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനും ഇടതുമുന്നണി സർക്കാരിനും കനത്ത തിരിച്ചടിയേറ്റപ്പോൾ ജനവിധി ആഴത്തിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ സിപിഎമ്മിലെ ചേരിപ്പോരിൽ പാർട്ടിയും സർക്കാരും പ്രതിസന്ധിയിലായപ്പോൾ ഇതിന് വലിയൊരളവോളം ഉത്തരവാദിയായ അന്നത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പ്രവർത്തന ശൈലി മാറ്റണമെന്ന പാർട്ടിക്കകത്തു നിന്നും പുറത്തുനിന്നും ആവശ്യമുയർന്നു. ശൈലി മാറ്റുന്ന പ്രശ്നമില്ല എന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. ഇതേയാളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കൂട്ടത്തോൽവി പിണഞ്ഞപ്പോൾ അത് പരിശോധിക്കുമെന്നും തിരുത്തുമെന്നുമൊക്കെ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനും LDFിനും സംഭവിച്ച കനത്ത പരാജയത്തിന്റെ ഉത്തരവാദി പിണറായി ആണെന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുകയുണ്ടായി. ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായ കോൺഗ്രസിനെ കേരളത്തിൽ മാത്രം ശത്രുവായി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിലെ അർത്ഥശൂന്യതയും കാപട്യവും പകൽ പോലെ വ്യക്തമായിരുന്നു. ഇതിനു പുറമെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളാണ് തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് നയിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പിൽ പാർട്ടി തകർന്നടിഞ്ഞതിന് മറുപടി പറയേണ്ടി വരുമെന്ന് വന്നപ്പോഴാണ് ജനവിധി ആഴത്തിൽ പരിശോധിക്കുമെന്നും തിരുത്തുമെന്നുമൊക്കെ പറയാൻ പിണറായി വിജയൻ നിർബന്ധിതനായത്. ഇതൊരു അടവ് നയമാണ്. നയങ്ങൾ പരിശോധിക്കും, തിരുത്തും, ശൈലി മാറ്റും എന്നൊക്കെ പറഞ്ഞാൽ സിപിഎമ്മിനെയും പിണറായി വിജയനെയും അറിയാവുന്ന ആരും തന്നെ അത് വിശ്വസിക്കില്ല. സിപിഎമ്മിലെ തെറ്റുതിരുത്ത് ഒരു ചരിത്രപരമായ പ്രഹസനമാണ്. സിപിഎം ഒരു തെറ്റുതിരുത്തുന്നത് മറ്റൊരു തെറ്റ് ചെയ്യുന്നതിനാണ്. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സഞ്ചരിക്കുന്ന പാരമ്പര്യമാണ് സിപിഎമ്മിനുള്ളത്. ഇങ്ങനെയുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ആചാര്യനായിരുന്നു EMS നമ്പൂതിരിപ്പാട്. നമ്പൂതിരിപ്പാടിന് പറ്റുന്ന തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് നിഷേധിക്കുകയും അവരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന EMS വർഷങ്ങൾ കഴിയുമ്പോൾ ആ തെറ്റ് ഏറ്റുപറയുന്ന ശൈലിയാണ് സ്വീകരിച്ചു പോന്നത്. തെറ്റുകൾ മാത്രം ചെയ്യുകയും അതൊക്കെ ശരിയാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിചിത്രമായ രീതിയാണ് EMS അവലംബിച്ചത്. EMS നമ്പൂതിരിപ്പാടിന്റെ ജീവിതം തന്നെ ഇതായിരുന്നുവെന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതിശയോക്തിയില്ല. സ്വയം വിമർശനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വാചാലരാവുമെങ്കിലും വരട്ടുവാദത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന രീതിയാണ് സിപിഎമ്മിനുള്ളത്. ഇതിന് മാറ്റം വരുത്തിയാൽ സിപിഎം അതല്ലാതായി തീരും. MV രാഘവനും MN വിജയനും TP ചന്ദ്രശേഖരനുമൊക്കെ ഇപ്രകാരം അനഭിമതരായവരാണ്. തെറ്റുതിരുത്തൽ എന്നത് സിപിഎമ്മിനും ഇടതുമുന്നണി സർക്കാരിനും അന്യമാണെന്നതിന് തെളിവാണ് TP വധക്കേസിലെ 10 പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ കൊടുത്തത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ഉടനെയാണ് ഇത്രയും കുറ്റവാളികളെ ഒറ്റയടിക്ക് ജയിലിന് പുറത്താക്കിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അപേക്ഷ നൽകിയവർക്കാണ് പരോൾ അനുവദിച്ചിട്ടുള്ളത് എന്ന് ജയിൽ അധികൃതർ പറയുന്നത് ഒരു തൊടുന്യായം മാത്രമാണ്. ഇവരെ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് കാത്തിരിക്കുകയായിരുന്നു ആഭ്യന്തര വകുപ്പ് എന്നതാണ് സത്യം. സർക്കാരിന്റെയും വാദിഭാഗത്തിന്റെയും അപ്പീലുകളിൽ TP വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി വർദ്ധിപ്പിച്ചിരുന്നു. പ്രതികൾക്ക് പരോൾ അനുവദിക്കരുത് എന്നും കോടതി പറഞ്ഞിരുന്നു. ഇത് മറികടന്നാണ് സർക്കാരിന്റെ നടപടി. ഇത് കോടതിയിൽ മറുപടി പറയേണ്ടതായി വരും. പക്ഷേ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന പാർട്ടിയല്ല CPM എന്നും ഇടതുമുന്നണി സർക്കാരിനും ഇതേ നയം തന്നെയാണ് എന്നും ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നിയമവും കോടതിയും എന്തു തന്നെ പറഞ്ഞാലും അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തുന്ന പാർട്ടി ക്രിമിനലുകളെ കൈവിടില്ല എന്ന വ്യക്തമായ സന്ദേശമാണിത്. രാഷ്ട്രീയ പ്രതിയോഗികളെ കൊലപ്പെടുത്താനുള്ള ബോംബ് നിർമ്മാണത്തിനെതിരെ സ്ഫോടനമുണ്ടായി മരിച്ചവരെ രക്തസാക്ഷികളാക്കുന്നതും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്.